ഇഡിയെ രാഷ്ട്രീയ ആയുധമാക്കുന്നത് എന്തിനെന്ന് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ചോദ്യം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് സമൻസ് അയക്കണമെന്ന ആവശ്യം തള്ളി ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, മൂഡ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെയും തന്റെ കുടുംബത്തെയും രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്ന് നേരത്തെ സിദ്ധരാമയ്യ ആരോപിച്ചിരുന്നു. ഇപ്പോൾ അതിനെല്ലാം അപ്പുറത്തേക്ക് പ്രതിപക്ഷം പ്രധാനമായി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തെ ഇന്ത്യയിലെ ഭരണഘടനാ കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയാണ്. തീർച്ചയായും ബിനിൽ, ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇഡിയെ വലിയ തോതിൽ സുപ്രീം കോടതി വിമർശിച്ചത്. നിങ്ങളെ എന്തിനാണ് രാഷ്ട്രീയ യുദ്ധങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു ഇഡിയുടെ അഭിഭാഷകനോട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത്. ഈ മുഡ അഴിമതിയുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് സമൻസ് അയക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് ഇഡി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ സമൻസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം എന്നായിരുന്നു ഇഡിയുടെ ആവശ്യം. എന്നാൽ ഇഡിയുടെ ഈ ആവശ്യം സുപ്രീം കോടതി തള്ളുകയും വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, ദയവായി ഞങ്ങളെ കൊണ്ട് വായ തുറപ്പിക്കരുത്. അങ്ങനെ ചെയ്യിപ്പിച്ചാൽ ഇഡിയെ കുറിച്ച് ചില കടുത്ത പരാമർശങ്ങൾ നടത്താൻ ഞങ്ങൾ നിർബന്ധിതരാകും എന്നാണ് ഇന്ന് ഈ കേസ് വാദത്തിനിടെ കോടതി പറഞ്ഞത്. അതോടൊപ്പം തന്നെ താൻ മഹാരാഷ്ട്രയിലുള്ളപ്പോൾ ഇഡിയെ കുറിച്ച് തനിക്ക് അറിയാം എന്നും രാഷ്ട്രീയ പോരാട്ടം വോട്ടർമാരുടെ മുന്നിൽ നടത്തൂ, നിങ്ങളെ എന്തിനാണ് രാഷ്ട്രീയ യുദ്ധങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു ചീഫ് ജസ്റ്റിസ് ഇന്ന് ഇഡിയോട് ചോദിച്ചത്. ഏതായാലും ഈ സമൻസ് അയക്കണ്ട എന്ന് തന്നെയുള്ള നിലപാട് തന്നെയായിരുന്നു കോടതി. ഹൈക്കോടതി വിധി ശരിവെക്കുകയും ചെയ്തു. ഹൈക്കോടതി വിധി ശരിവെച്ചിരിക്കുകയാണ്. വളരെ കടുത്ത ഒരു പരാമർശം തന്നെയാണ് എന്തായാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇഡിയെ രാഷ്ട്രീയ ആയുധമാക്കുന്നത് എന്തിനാണ്? താൻ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നപ്പോൾ പല കാര്യങ്ങളും തനിക്ക് അറിയാമായിരുന്നു, തന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രതിപക്ഷം ഇഡിയെ രാഷ്ട്ര ആയുധമാക്കി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് കൂടുതൽ ഊർജം നൽകുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.